കാസ്ട്രോ തൊപ്പി BMW എടുത്തു, അതിൻ്റെ ഇടയിൽ വന്ന കുറേ മോശം കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇവർ ആര് ചെയ്തത് ശരിയും തെറ്റൊന്നും പറയാൻ ശരിക്കും നമ്മൾ ആരുമല്ല. പക്ഷേ എന്നാലും കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സംഭവത്തെ പറ്റി പറയണം. അതിനു മുമ്പ് നമ്മുടെ ചാനലിലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടൂർണമെൻറ്റ് BGMIയുടെ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് തൊപ്പി IRL സ്ട്രീം നടത്തുന്നു. IRL സ്ട്രീം നടത്തുന്നതിനിടയിൽ കാസ്ട്രോയുടെ ആ ഒരു BM പോകുന്നു. BM ഒന്ന് ഓടിക്കാൻ തരുമെന്ന് കാസ്ട്രോനോട് ചോദിക്കാമെന്ന് പറയുന്നു. കാസ്ട്രോനോട് ചോദിക്കുമ്പോൾ കാസ്ട്രോ പറയുന്നു, ഞാൻ അങ്ങനെ ആർക്കും എൻ്റെ വണ്ടി അങ്ങനെ കൊടുക്കാറില്ല എന്നുള്ളൊരു രീതിയിൽ കാസ്ട്രോയും അവിടെ പറഞ്ഞു വെക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അന്ന് തൊപ്പി പറയുന്നത് ഒരു നാൾ ഞാൻ ഈ BMW വാങ്ങുമെന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അതിനുശേഷം ഡോക്ടർ ഗെയിമിങ്ങും അതുപോലെ തന്നെ അച്ചായനും തമ്മിലുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വേറൊരു സംഭവമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു അതായത് ഈ തൊപ്പി ആ ഒരു BMW എടുത്തതിൻ്റെ അടിയിൽ ഒരുപാട് പേര് കാസ്ട്രോനെ ആ ഒരു മോശം രീതിയിലോ ഒന്ന് വണ്ടി കൊടുക്കാണ്ടിരിക്കുന്ന അവൻ്റെ അഹങ്കാരം അങ്ങ് തീർന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. സോ ബേസിക്കലി ഇപ്പോൾ നമ്മളത്രയും സ്നേഹിക്കുന്ന ഒരു വണ്ടി വേറൊരാൾക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി വേറൊരാൾക്ക് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് എല്ലാം പേഴ്സണൽ ചോയ്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ അടുത്ത് ഒരു സംഭവം ഉണ്ടായതിനു ശേഷം നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മളൊരു പ്രൈവറ്റ് വണ്ടി വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്തായിട്ടേ കണക്കാക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിലും നമ്മളൊരു വണ്ടി നമ്മൾ കൊടുക്കണം, അതും അത്രയും പൊളൈറ്റായിട്ട് പറയുന്നത്, ഞാൻ എൻ്റെ വണ്ടി വേറെ ആർക്കും അങ്ങനെ കൊടുക്കാറില്ല എന്നുള്ള രീതിയിലാണ് കാസ്ട്രോ അവിടെ പറയുന്നത്. നമുക്കറിയില്ലല്ലോ വേറൊരാൾ എങ്ങനെയാണ് ഓടിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊന്നും നമുക്കറിയാം. അപ്പോൾ സോ ഒബിയസ്ലി അത് കൊടുക്കാണ്ടിരുന്നു. ഇനി നമുക്ക് ആ ഒരു ടോപ്പിക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാസ്ട്രോ ഭയങ്കര അഹങ്കാരമുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെയുള്ള രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ ആ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു. സോ ബേസിക്കലി ഈ ചാനൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു 5 ലക്ഷം ഒക്കെ ഉള്ള സബ്സ്ക്രൈബറുള്ള ഈ ചാനലിൻ്റെ ഒരു വളർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കാസ്ട്രോ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഞാൻ പണ്ട് BGMI സ്ട്രീം ചെയ്ത അല്ലെങ്കിൽ PUBG സ്ട്രീം ചെയ്ത ഒരു സ്ട്രീമറാണ്. സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ സ്ട്രീം കാണാൻ ഒരാൾ ഞാൻ തന്നെ എൻ്റെ സിസ്റ്റത്തിൽ ഓണാക്കി വെച്ചിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു. ആ സമയത്താണ് കാസ്ട്രോയുടെ ആ ഒരു ലൈവ് സ്ട്രീമിൽ നിന്ന് ഒരു റെയ്ഡ് വരുന്നത്. അങ്ങനെയാണ് ഈ ചാനൽ 1000 സബ്സ്ക്രൈബർ ആവുന്നത്. അപ്പം നമുക്ക് അന്ന് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവർ ഉണ്ടെങ്കിലാണ് ഈ ഒരു ചാനൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മനസ്സും അടുത്ത് ഈ ചാനൽ ഇനി വീഡിയോ ചെയ്തിട്ട് എന്താ കാര്യം, നമ്മളിങ്ങനെ എല്ലാ ദിവസവും ലൈവ് ഇടും, ഒരു വ്യക്തി മാത്രം കാണും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു റെയ്ഡ് കിട്ടുന്നു. നമ്മുടെ വ്യൂവർഷിപ്പ് ആ ലൈവിൽ ഒരു 4000 5000 എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുന്നു. നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് 1000-ന് മുകളിലാവുന്നു. ഒരു ചാനൽ തുടങ്ങി നമ്മൾ അതിനുവേണ്ടി വർക്കൊക്കെ ചെയ്ത് നമുക്ക് ആ ഒരു 1000 സബ്സ്ക്രൈബർ എന്ന് പറയുന്ന സംഭവം അത്രയും പെട്ടെന്ന് കിട്ടാനും അതിനുശേഷം ഈ ചാനൽ ഇങ്ങനെ വളരാൻ, അപ്പം ആ ഒരു സംഭവം, ആ ഒരു ചെറിയൊരു മോട്ടിവേഷനാണ് നമ്മളെ ചാനലിന് പിടിച്ചു നിർത്താൻ, അതായത് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന സംഭവത്തിൽ പിടിച്ചു നിർത്താനോ ഇതിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സംഭവം, നമുക്ക് കുറച്ച് ആൾക്കാർ പിന്നെ നമ്മുടെ ലൈവ് സ്ട്രീമിലൊക്കെ 1 2 3 ആൾക്കാരൊക്കെ കുറച്ച് കൂടുതൽ ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്കും ലൈവ് ചെയ്യാനുള്ളൊരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളങ്ങനെ വീഡിയോസ് ഡെയിലി ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ചാനൽ ഗ്രോ ചെയ്തിരിക്കുന്നത്. സോ അന്നും അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബർ കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയത്തായിരുന്നു. ആ സമയത്തും അദ്ദേഹം വേറൊന്നും നോക്കാണ്ട് ആ ഒരു റെയ്ഡ്, സാധാരണ അങ്ങനെ റെയ്ഡ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും അങ്ങനെ കൊടുക്കാത്തതാണ്. അവരുടെ വ്യൂവർഷിപ്പിൽ നിന്ന് ആണ് നമ്മളിലേക്ക് ആൾക്കാർ വരുന്നത്. അതായത് ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വ്യൂവർഷിപ്പിൽ നിന്ന് വേറൊരു സ്ട്രീമറുടെ വ്യൂവർഷിപ്പിലേക്ക് വന്ന് ആ ചാനലിൻ്റെ ആ ഒരു അങ്ങനെയുള്ളൊരു സംഭവമാണ്. അന്നും ഒരു ഇതും കൂടാണ്ട് നമ്മുടെ ചാനലിന് ആ ഒരു ഇത് വന്നു. അങ്ങനെ നമ്മുടെ ചാനലിൽ കുറച്ച് ഗ്രോ ആയത് എല്ലാത്തിനും കാരണം അന്ന് ഈ അഹങ്കാരം എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്ട്രീമർ അങ്ങനെയൊന്നും ചെയ്യില്ല. അത് അദ്ദേഹത്തിൻ്റെ ചാനലിനും അത് പ്രശ്നമാണ്. മീൻസ് പെട്ടെന്നൊരു ഹൈ വാച്ചിങ്ങിൽ നിൽക്കുമ്പോൾ നമ്മൾ റെയ്ഡ് കൊടുക്കുമ്പോൾ ആ ചാനലിൻ്റെ വ്യൂവർഷിപ്പ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് വേറൊരു ചാനലിലേക്കൊക്കെ വരുന്നത്. സോ അങ്ങനെയൊന്നും അധികം ആരും ചെയ്യാത്തൊരു സംഭവം. ഇപ്പം റെയ്ഡ് എന്ന് പറയുന്ന സംഭവം അധികം ആരും ചെയ്യാത്തൊരു സംഭവം കൂടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആണ് ഈ ചാനൽ ഗ്രോ ചെയ്ത സംഭവം. അപ്പം അത്രയും അങ്ങനെ ഒരു വ്യക്തിയാണ്. പിന്നെ കാസ്ട്രോയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി എങ്ങനത്തെ ഒരു ടൈപ്പാണ്. പുള്ളിയുടെ ആ ഒരു ഭയങ്കര ഇതായിട്ടുള്ള ഒരു പൊളൈറ്റ് ടൈപ്പായിട്ടുള്ള ഒരു ആളാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ചാനൽ കോപ്പിറൈറ്റ് അടിച്ച് പോയി പിന്നെയും റീബിൽഡ് ചെയ്ത് എല്ലാം അത്രയും മീൻസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏജ് ലിമിറ്റ് കൂടി നമ്മൾ ചിന്തിക്കുന്നത് 20, 21, 22 ആ ഒരു റേഞ്ചിലൊക്കെയാണ് പുള്ളി ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഈ ഇപ്പം ഗെയിമിംഗ് ഫീൽഡിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒക്കെ ഒരുപാട് സ്ട്രീമേഴ്സിനെയൊക്കെ പുഷ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും, ഓർക്കും കാര്യങ്ങളൊക്കെ. അദ്ദേഹം ചെയ്യുന്ന സമയത്ത് അത്രത്തോളൊന്നും എക്സ്പോഷർ ഇല്ല.
ഇപ്പം അദ്ദേഹം ആണെങ്കിലും കാസ്ട്രോ ആണെങ്കിലും അതുപോലെ തന്നെ ഈഗിൾ ഗെയിമിംഗ് ആണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ എന്ന് പറയുന്നത് ആ ഒരു പുഷ് ചെയ്യാനുള്ള ആൾക്കാർ വളരെ കുറവാണ്. ആ സ്ട്രീമിംഗ് എന്ന് പറയുന്ന സംഭവം ബാക്കിയുള്ളവരിലേക്ക്, അതായത് ഗെയിം സ്ട്രീമിംഗ് എന്ന് പറയുന്ന സംഭവം ബാക്കിയുള്ളവരിലേക്ക് ഇതിങ്ങനെ കയറ്റി കൊണ്ടുവരാൻ സൈക്കോ, കാസ്ട്രോ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഡെയിലി സ്ട്രീം ചെയ്യുന്നു, ഡെയിലി ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് ആ ഒരു ടൈമിൽ ഇപ്പം ആ ഒരു സംഭവം ബിൽഡ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലും ശരിക്കും ഒരു ഇഷ്യൂയും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇപ്പോൾ തൊപ്പി ആയാലും കാസ്ട്രോ ആയാലും, തൊപ്പി ആ ഒരു BM എടുക്കുന്നു, നല്ല കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് വെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ട്രീം ചെയ്ത് അദ്ദേഹം ആ ഒരു BMW എടുക്കുന്നു, അതൊക്കെ ഒരു അംഗീകാരം കിട്ടേണ്ട സംഭവമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ വേറൊരാളെ താഴ്ത്തിക്കെട്ടുന്നു, അല്ലെങ്കിൽ വേറൊരാളൊരു മോശമാണ്, വേറൊരാളൊരു അഹങ്കാരിയാണെന്നൊക്കെ പറയുന്നതിനോട് എനിക്കെന്തോ ആ ഒരു സംഭവത്തോടെ എന്തോ ഒരു യോജിക്കാൻ സാധിക്കുന്നില്ല. രണ്ടുപേരും അവരവരുടെ ആ ഒരു സ്ട്രീമിംഗ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു, അവരവർ കഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും വിചാരം എന്ന് വെച്ചാൽ വെറുതെ കിട്ടുന്ന പൈസയാണ് ഗെയിം. ഇപ്പോൾ ഗെയിം വെറുതെ ഇരുന്ന് കളിച്ചാൽ, സോ ഗൈസ് ഈ 5 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ഗെയിം സ്ട്രീം ചെയ്യാന്നൊക്കെ പറയുന്നതില്ലേ, നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാവും അതൊരു ജോലി പോലെ തന്നെ അവർ ചെയ്യുന്നതുകൊണ്ടാണ് കണ്ണുവേദന അങ്ങനെ എല്ലാം സംഭവം ഉണ്ടാവും. അപ്പം അവർ ഈ കഷ്ടപ്പെടുന്നതിൻ്റെ പരിണിത ഫലമായിട്ട് കിട്ടുന്ന ഫലമാണ് ഈ പൈസ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സ്ട്രീമറിനോ ഒരു വീഡിയോ എടുക്കുന്ന ആൾക്കോ ഒരാൾക്കും ഇവിടെ വെറുതെ പൈസ കിട്ടുന്ന ഒരു സംഭവമല്ല. അതാദ്യം എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അപ്പം പലരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ആൾക്കാർ വന്ന് കണ്ട് ഇതൊക്കെ ആൾക്കാരെ എൻഗേജ്മെൻറ്റ് ചെയ്യിക്കണം. ഇപ്പോൾ 1 മണിക്കൂർ സ്ട്രീം ഇടുമ്പോൾ തന്നെ നമ്മളെ വ്യൂവർഷിപ്പ് ഡ്രോപ്പ് ആവുന്ന കുറേ സമയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് അവരെ എൻഗേജ്മെൻറ്റ് പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് അവരങ്ങ് പോകും. അപ്പം അങ്ങനെയൊക്കെ, അതായത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ആ ഒരു മേഖലയിലാണ് കാസ്ട്രോയും തൊപ്പിയും ഒക്കെ ഈ ഒരു രീതിയിൽ പോകുന്നത്. ഇപ്പം തൊപ്പിയുടെ കണ്ടൻറ്റ് എൻറ്റയർലി ഡിഫറൻറ്റും കൂടിയാണ്. തൊപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അഗ്രസീവായിട്ട് സ്ട്രീം ചെയ്യുന്ന, ഇപ്പം എനിക്കറിയില്ല, ഇപ്പോൾ സ്ട്രീം ചെയ്യുന്ന കുറവാണ്, അഗ്രസീവായിട്ട് ആ ഒരു രീതിയിലുള്ള സ്ട്രീമിംഗ് ആണ്. സോ അങ്ങനെ സ്ട്രീം ചെയ്യുന്നവർക്കുള്ള ഒരു അങ്ങനെ വേറൊരു രീതിയിൽ പറയില്ല. പക്ഷെ എന്നാലും ഈ ജനശ്രദ്ധ അല്ലെങ്കിൽ ഈ ഒരു സംഭവം പിടിച്ചു പറ്റാൻ ഭയങ്കര എളുപ്പമായിരിക്കും. മീൻസ് കുറച്ച് അഗ്രസീവ് ആകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു സംഭവം. പക്ഷെ ബാക്കിയുള്ളവരെ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇവർ തമ്മിലൊരു പ്രശ്നമില്ലാത്ത ഇതിൽ ആ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ ശരിക്കും വിഷമമാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ മോശം പറയുകയാണ്. അതിനൊന്നും ആവശ്യമില്ല കേസ്. ഒരാളൊരു അച്ചീവ്മെൻറ്റ് നേടുന്നു, അദ്ദേഹത്തിന് കൺഗ്രാറ്റ്സ് ചെയ്യുക, അത് നല്ല കാര്യമാണെന്ന് പറയുക. അതാണ് അതിൻ്റെ ഒരു ബേസിക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? അതാണ് അതിൻ്റെ ഒരു നല്ല കാര്യം എന്ന് വിശ്വസിക്കുന്നത്. അപ്പം ഇതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് മീൻസ് നമുക്കറിയാമല്ലോ ആ ഒരു വ്യക്തി അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ. പക്ഷേ കമൻറ്റ് ബോക്സിൽ ഇത്രത്തോളം ഇങ്ങനെ കാണുമ്പോഴൊരിത്, അതുപോലെ തന്നെ തൊപ്പിയുടെ ആ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, തൊപ്പിയുടെ ആ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ച സമയത്ത് കാസ്ട്രോ ലാപ്പൊക്കെ കൊടുക്കുന്ന ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ട്രീമിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ തമ്മിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒബ്വിയസ്ലി ഇത് ഒരു ഹെയ്റ്റ് പോലെയാണ് വരിക. രണ്ടുപേർക്കും ഹെയ്റ്റ് ആയി മാറുകയാണ് ചെയ്യുക. അതായത് ഇപ്പം തൊപ്പീനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ വേറൊരാളെ വന്ന് ചീത്ത പറയുമ്പോൾ ഒബ്വിയസ്ലി അയാളെ സ്നേഹിക്കുന്ന, ഇപ്പോൾ കാസ്ട്രോനെ സ്നേഹിക്കുന്നതാണെങ്കിൽ അവർ വന്നിട്ട് ഇവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു വഴക്ക് പോലെ വരും. ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല അദ്ദേഹത്തിന് ഒരു അച്ചീവ്മെൻറ്റ് നേടി, അത് നല്ലൊരു കാര്യമാണ്. ആ ഒരു എന്തിൽ നിന്നാണെങ്കിലും ആ ഒരു അച്ചീവ്മെൻറ്റ് നേടുന്നത്, തൊപ്പിയ നേടുന്നത്, അത് ഗുഡ് തിങ് ആണ്. കാസ്ട്രോയും അതേപോലെ തന്നെ അച്ചീവ്മെൻറ്റ് നേടി അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വെഹിക്കിളും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ നിങ്ങൾ സ്നേഹിക്കുക. അത് വേറൊരാളെ മോശമാക്കിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആളെ നമ്മൾ പൊക്കി അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് വരുന്നത് എനിക്കറിയില്ല. പക്ഷെ അത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ഗൈസ്.